അനധികൃത കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ തിരിച്ചയക്കുന്ന നടപടികൾ യുഎസ് നിർത്തിവെച്ചതായി വിവരം. കുടിയേറ്റക്കാരെ നാടുകടത്തുവാൻ സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ഉയർന്ന ചെലവാണ് നടപടികളിൽ നിന്ന് പിന്മാറുവാനുള്ള കാരണം. കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്ന നടപടികൾ പൂർണ്ണമായി നിർത്താനോ കൂടുതൽ കാലയളവിലേക്ക് നീട്ടാനോ സാധ്യതയുണ്ടെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജനുവരിയിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെയാണ് അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കാനുള്ള നടപടികൾ ആരംഭിച്ചത്. കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കും എന്നതിന്റെ മുന്നറിയിപ്പായി സൈനിക വിമാനങ്ങളിലായിരുന്നു ഇവരെ തിരിച്ചയച്ചിരുന്നത്. ഫെബ്രുവരിയിലാണ് കുടിയേറ്റക്കാരുടെ ആദ്യ സംഘത്തെ ഇന്ത്യയിൽ തിരിച്ചെത്തിക്കുന്നത്. യുഎസ് സൈന്യത്തിന്റെ C-17 വിമാനത്തിലാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ആളുകളെ യുഎസ് എത്തിച്ചിരുന്നത്. കൈക്കാലുകൾ ചങ്ങലയിൽ ബന്ധിച്ച് ഇന്ത്യക്കാരെ നാടുകടത്തിയ സംഭവം വലിയ വിവാദമായിരുന്നു. സംഭവത്തിൽ പാർലമെന്റിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ഉയരുകയും ചെയ്തു. സൈനിക വാഹനത്തിൽ 3 തവണയാണ് അനധികൃത കുടിയേറ്റക്കാരെ യുഎസ് ഇന്ത്യയിൽ എത്തിച്ചത്. ഓരോ യാത്രയ്ക്കും ചെലവായത് 26.12 കോടി രൂപയാണ്. ഇതനുസരിച്ച് ഇന്ത്യയിലേക്ക് മാത്രം ചെലവായത് 78.36 കോടി രൂപയാണ്. ഇതുപോലെ മറ്റ് രാജ്യങ്ങളിലേക്കും അനധികൃത കുടിയേറ്റക്കാരെ എത്തിക്കാൻ യുഎസ് വൻ തുക ചെലവിട്ടിരുന്നു. അതുപോലെ 1 ഡസൻ ആളുകളെ മാത്രം ഗ്വാണ്ടനാമോ ബേയിലേക്ക് കൊണ്ടുപോകാൻ സൈനിക വിമാനം ഉപയോഗിച്ചതോടെ ഒരാൾക്ക് $20,000 വരെ ചെലവ് വന്നിരുന്നു. നാടുകടത്തലിന് ഉപയോഗിക്കുന്ന വിമാനങ്ങൾക്ക് മണിക്കൂറിന് 8,500 മുതൽ $17,000 വരെയാണ് ചിലവാകുന്നതെങ്കിൽ സൈനിക വിമാനമായ C-17 1 മണിക്കൂർ ഉപയോഗിക്കുന്നതിന് $28,500 ചിലവ് വരുന്നതെന്ന് യുഎസ് ട്രാൻസ്പോർട്ടേഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ചിലവ് വർദ്ധിക്കുന്നതല്ലാതെ സൈനിക വിമാനങ്ങൾ ഉപയോഗിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലെന്നാണ് വിലയിരുത്തൽ. പ്യൂ റിസർച്ച് കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം 7,25,000 ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കയിൽ താമസിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരുള്ള 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. മെക്സിക്കോ, EI, സാൽവഡോർ എന്നീ രാജ്യങ്ങളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരുള്ളത്.